കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ത്യയിൽ വേരു പിടിക്കണമെങ്കിൽ അത് ഇന്ത്യനൈസ് ചെയ്യുക തന്നെ വേണം. ഇന്ത്യനൈസേഷൻ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെയെല്ലാമാണ് നമുക്ക് ഇന്ത്യനൈസ് ചെയ്യാവുന്നത്? എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള എതിരായിട്ടുള്ള പ്രധാന ആരോപണം? പ്രധാന ആരോപണങ്ങളിൽ ഒന്ന്, അത് ഇന്ത്യയിൽ മുളച്ചു വളർന്ന ഒരു ആശയമല്ല, അത് തികച്ചും ഫോറിനാണ്, വിദേശിയാണ്. വിദേശീയമായൊരാശയത്തെ നാം സ്വാംശീകരിച്ചാൽ അത് നമുക്ക് ആപത്തായി തീരും എന്ന പ്രചാരണം ബുദ്ധിജീവികൾക്കിടയിലും വലിയ വലിയ ബ്യൂറോക്രാറ്റിൻ്റെ ഇടയിലുമെല്ലാം ശരിക്ക് പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരു പ്രത്യേകത, ആധ്യാത്മികമായൊരു പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത്. ആ ആധ്യാത്മികമായ പാരമ്പര്യത്തിൽ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് കഴിയുന്നില്ല. അവർ മുച്ചൂടും എല്ലാ കാര്യത്തെയും എതിർക്കുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യണം? അവർ ഭാരതവൽക്കരിക്കണമെങ്കിൽ തീർച്ചയായും ആ ആശയങ്ങളുമായിട്ട് ഒട്ടിച്ചേർന്ന് നിൽക്കുക തന്നെ വേണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, അവർ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ്. ഉദാഹരണം, പരസ്പരം കാണുമ്പോൾ സഖാവ് എന്ന് വിളിക്കുന്നു. സ്ത്രീയായാലും പുരുഷനായാലും സഖാവ് എന്ന പദത്തിലൂടെയാണ് എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നത്. ചേട്ടൻ, ചേച്ചി എന്നൊക്കെ കേട്ട് വളർന്ന നമുക്ക് അത് ഒരു ഇറിറ്റേഷനായി തോന്നുന്നുണ്ട്. അതൊഴിവാക്കി സംബോധനാ വാക്കുകൾ ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഭാരതീയമായ കാഴ്ചപ്പാടിലുള്ളതായിരുന്നാൽ കുറേ കൂടി അടുപ്പം ജനങ്ങളുമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം എന്താണ്, ഒരു മരണം നടന്നാൽ അവിടെ ചെന്ന് നിന്ന് കൈകൾ മുഷ്ടി ചുരുട്ടി മുകളിലേക്ക് എറിയുന്ന ആ ഏർപ്പാട് അത് തികച്ചും അരോചകമാണ്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യുന്നത് ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാനാവുന്നതല്ല. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് സാധാരണ കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ച് പറയുന്നത്. അവർ പ്രയോഗിക്കുന്ന ഒരുപാട് പദങ്ങൾ, ബൂർഷ്വാസി, അങ്ങനെ കുറേ അധികം പദങ്ങളുണ്ട്. അവയെല്ലാം ഒരു വിധത്തിലും ആശയ സംവേദനക്ഷമമായ ഒരു കാര്യമല്ല. മറ്റൊരു കാര്യം ഇന്ത്യയുടെ പാരമ്പര്യത്തെക്കുറിച്ച് യാതൊരു വിദ്യാഭ്യാസവും അതിൻ്റെ അണികൾക്ക് അവർ നൽകുന്നില്ല. ആരൊക്കെയാണ് ഇത് ചെയ്തിരുന്നത് എന്താണെന്നുള്ളത്. പക്ഷെ എന്തെല്ലാം വന്നാലും ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ ഏറ്റവും കൂടുതൽ നന്നായി അവതരിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകൾ തന്നെയാണ്. പക്ഷേ ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ അനുവദിച്ചാലും ശാസ്ത്രം വികസിപ്പിച്ചെടുത്തപ്പോൾ ഉണ്ടായ ടെക്നോളജികൾ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് തന്നെ വരിക തന്നെ ചെയ്യും. നന്മയ്ക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ ആ ടെക്നോളജി ഭാരതത്തിൻ്റേതല്ല, മറ്റ് രാജ്യങ്ങളുടേതാണ് എന്ന് വ്യക്തമാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കോ ആ ടെക്നോളജി ആവിഷ്കരിക്കുന്നവർക്കോ സാധിക്കുന്നില്ല. എല്ലാ ഗുണഫലങ്ങളും അവരനുഭവിക്കുകയാണ്. ടെക്നോളജിയുടെ എല്ലാ ഗുണഫലങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് പാരമ്പര്യവാദപരമായ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ എല്ലാം ഇവിടെ അരങ്ങേറുന്നത്. പല അന്ധവിശ്വാസികളും പല ജ്യോത്സ്യന്മാരും ഇപ്പോൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു നാളോ അതല്ലെങ്കിൽ ഒരു ജനനസമയമോ കിട്ടിയാൽ കമ്പ്യൂട്ടറിലാണ് അവർ ഗണിക്കുന്നത്. അല്ലാതെ പഴയതുപോലെ കമ്പ്യൂട്ടർ എന്നുള്ളത് ഈ യുഗത്തിൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ്. അതിൽ ആ നാളും
പിന്നെന്താ ജനന സമയം കൊടുത്താൽ പെട്ടെന്ന് ഒരു ജാതകം ഇങ്ങിറങ്ങി വരും. അപ്പം അതിനു വരെ അവരിത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിൻ്റെ സാഹചര്യം എന്താണെന്ന് ഇതുവരെ അവർ എങ്ങും ആലോചിച്ചതായി കാണുന്നില്ല. ആലോചിക്കണം, ആലോചിച്ച് തീരുമാനമെടുക്കണം. തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റൂ. അതല്ലെങ്കിൽ 100 വർഷമല്ല, 10 200 വർഷം കഴിഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇവിടെ വേര് പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.